Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna. ഇന്ന് ഹരിനാമമാഹാത്മ്യം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മതി ഇടയ്ക്ക് കട്ടായിരുന്നു, കേട്ടില്ല മതി എന്താ പറഞ്ഞത്. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ആരംഭിക്കാലോ മാതാജി? ആരംഭിക്കാം പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്നത്തെ നാമമഹിമയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അപ്പൊ നമുക്ക് എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസങ്ങളും അപ്പോ നമ്മളെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധർമ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അപ്പൊ അത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഭാഗ്യം ലഭിച്ച ആളുകളാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. കാരണം മറ്റു മൃഗങ്ങളെ എല്ലാവർക്കും തന്നെ, മൃഗങ്ങൾക്ക് അവരുടെ ഭാഷയാണെങ്കിലും ഭഗവാനെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോ മനുഷ്യന് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെല്ലാം പരിശീലനത്തിലൂടെയാണ് നേടുന്നത്, അല്ലെ? ജനിക്കുമ്പോൾ മുതൽ ഓരോ പരിശീലനങ്ങളിൽ കൂടിയാണ് നേടുന്നത്. പക്ഷെ മൃഗങ്ങൾക്ക് അതല്ല. ഇപ്പോൾ ജിറാഫിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ജനിച്ച ഉടനെ തന്നെ ജിറാഫ് ഒരു 3-4 തവണ തൊഴിക്കുമ്പോൾ തന്നെ അത് എണീറ്റ് ഓടുന്നതായിട്ട് നമുക്ക് കാണാം. അതിന്റെ പരിശീലനം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് സ്വയമാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല്ല് തേക്കുന്നത് മുതൽ അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്ന സമയത്ത് പോലും മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നത്. അപ്പോൾ അത്രയും കഠിനമായിട്ടുള്ള ഈ മായാലോകത്ത് നമ്മൾ പല ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ധർമ്മം എന്താണെന്നുള്ളത് മറന്നു പോകുന്നതാണ് നമ്മുടെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ന്യൂനതയായിട്ട് പറയുന്നത്. കാരണം നമ്മുടെ ധർമ്മം എന്നുള്ളത് ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ് യുഗധർമ്മമായിട്ട് പറയുന്നത്. ആ ധർമ്മം മറന്നിട്ടാണ് പലരും ജീവിക്കുന്നത്. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് പറയുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭഗവാൻ എന്ന് പറയുന്നത്, അല്ലെ നാമം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നത്, അല്ലെ? മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, എല്ലാ ധർമ്മങ്ങളിലും വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമാണ് നാമജപം അല്ലെങ്കിൽ ആ ധർമ്മം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഭഗവാനെ നമ്മള് ഭഗവാൻ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ നാമം ശരിയാവുകയുള്ളൂ. കാരണം ഞാനും എൻ്റെ മൂക്കും കൂടി ഒരു കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല, അല്ലെ? അതേപോലെ തന്നെയാണ് ഭഗവാനും നാമവും രണ്ടല്ല. കലിയുഗത്തില് ഭഗവാൻ നാമരൂപത്തിലാണ് നമുക്ക് അവതരിച്ചേക്കുന്നത്, അല്ലെ? ഭഗവാന്റെ ഭാഗവതമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും എല്ലാം തന്നെ ആ നാമത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്കിത് കിട്ടാൻ ഭാഗ്യം എന്താണ്? നമുക്ക് നാമജപം, ഭഗവാന്റെ നാമം കിട്ടാനായിട്ടുള്ള ഏറ്റവും ഭാഗ്യം നമുക്ക് കിട്ടിയത് ഒരു വൈഷ്ണവനിൽ നിന്നാണ്, അല്ലെ? ആ വൈഷ്ണവന്റെ കരുണയിൽ നിന്നാണ്, ദയയിൽ കരുണയിൽ നിന്നിട്ടാണ് നമുക്ക് ഈ ഭഗവാന്റെ നാമം, ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എല്ലാം ആ വൈഷ്ണവന്റെ കൃപ കൊണ്ടിട്ടാണ്. അപ്പൊ അത് സത്സംഗം വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ നമ്മൾ ഈ കൂടിയിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ ഇരുന്ന്, പല നാടുകളിൽ ഇരുന്നിട്ട് നമ്മൾ ഒരുമിച്ച് ചേരുന്നതിന് ഇതൊരു സത്സംഗമാണ്, അല്ലെ?
സത്സംഗം എന്ന് സത് ജനങ്ങൾ ഒരുമിച്ച് ചേരുന്നതിന് സത്സംഗം എന്ന് പറയും. ഇതിന് മറ്റൊരു ഇത് കൂടി പറയാറുണ്ട്. അത് സത് എന്നുള്ളത് സത്യമാണ്, പരമസത്യമാണ്. അപ്പൊ ആ സത്യത്തിന്റെ കൂടെ നമ്മൾ സംഘം ചേരുന്നതിന് സത്സംഗം എന്ന് പറയും, അല്ലെ? ഒരു റൂമിൽ അടച്ചിട്ടിരുന്നിട്ട് നമ്മൾ നാമം ജപിച്ചാൽ പോലും സത്സംഗമാണ്. കാരണം പരമസത്യമായിട്ടുള്ള ഭഗവാനായിട്ട് നമ്മുടെ കണക്ഷൻ അവിടെ സ്റ്റാർട്ട് ആവുകയാണ്. ഡയറക്റ്റ് കണക്ഷനാണ്. നമ്മുടെ ഒരു വൈഷ്ണവന്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടുന്നത് നമ്മളും ഭഗവാനായിട്ട് നേരിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. യോഗ, അല്ലെ? യോഗ എന്ന് പറയുന്നത് പദ്ധതി എന്താണ്? നമ്മളും ഭഗവാനായിട്ട് കണക്ട് ആവുന്നതിനാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ ആ നാമം, വൈഷ്ണവനെ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നാമം ജപിക്കാനായിട്ട് ചെയ്യേണ്ടത്. കാരണം അതാണ് അതിന്റെ ആ കടമ. നമ്മളെപ്പോഴും എന്താണ്, നമ്മുടെ ഒരു കടമയാണ് അത്. നമ്മൾ ആ വൈഷ്ണവനെ, നമ്മളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന, ഈ നാമം ജപിക്കാൻ പ്രേരിപ്പിച്ച ആളുകളെയൊക്കെ ഓർമ്മിച്ചിട്ട് നമ്മൾ ചെയ്യാന്നുള്ളത്. അപ്പോ നമുക്കറിയാം, നമ്മുടെ പുരാണങ്ങളിൽ ഒരുപാട് നാമമഹിമകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കഥ കേട്ടു, അല്ലെ? നാമാഭാസ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ അജാമിളൻ ഭഗവാനെയല്ല വിളിച്ചത്, അല്ലെ? സ്വന്തം മകനെയാണ് വിളിച്ചത് നാരായണ എന്ന്. പക്ഷെ അതൊരു നാമാഭാസമാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് എന്താണ്, മോക്ഷപ്രാപ്തി ഉണ്ടായി. മറ്റു ജന്മങ്ങൾക്ക് ശേഷം ഒരുപാട് ആ മോക്ഷത്തിലേക്കുള്ള മാർഗം തെളിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും. അപ്പോൾ നാമാഭാസ മഹിമ, അതിന് പോലും മഹിമയുണ്ട്. നമ്മൾ അശ്രദ്ധമായിട്ട് ജപിക്കുന്നതിന് പോലും ആ മഹിമ ഭഗവാൻ തരുന്നുണ്ട്. കാരണം ഭഗവാൻ അത്രയും ഇതാണ്, നാമം ജപിക്കുന്നവരില് അത്രയും കരുണ ഭഗവാന്റെ ഉണ്ടാവും. അതുപോലെ ശുദ്ധനാമം ജപിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, നമ്മുടെ ഭക്ത പ്രഹ്ലാദ മഹാരാജിനെ പോലെയുള്ള ആളുകളൊക്കെ നമ്മൾ ശുദ്ധനാമമാണ് അവർ ജപിക്കുന്നത്, അല്ലെ? അവർക്ക് എന്ത് കിട്ടും? ശുദ്ധ ഭക്തി ലഭിക്കുന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ ശിക്ഷാത്രത്തിൽ പറഞ്ഞിട്ടില്ലേ, തൃണാതപി സുനീചേന, നമ്മളെല്ലാരും കേട്ടാണ്, അല്ലെ? അതിനകത്ത് പറയുന്നത് എന്താണ്? പുല്ലിനേക്കാൾ വിനയമുള്ളവനായിരിക്കണം നമ്മളെന്ന് പറയുന്നത്. പുല്ലിനേക്കാൾ വിനയമുള്ളവനായിരിക്കണം, വൃക്ഷത്തേക്കാൾ ക്ഷമയുള്ളവനായിരിക്കണം നമ്മള്. അതേപോലെ മറ്റുള്ളവരെ മാനിച്ച്, പിന്നീട് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, തനിക്ക് മാനം ആഗ്രഹിക്കാതെ, അല്ലെ? മറ്റുള്ളവരെ മാനിക്കുകയും ചെയ്യണം, തനിക്ക് മാനം ആഗ്രഹിക്കാതെ ഹരിനാമം ജപിക്കണം. വലിയൊരു മെസ്സേജാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് പലപ്പോഴും നമ്മുടെ ക്ഷേത്രങ്ങളിലും മറ്റൊക്കെ പോകുന്നത് നമ്മുടെ കാര്യങ്ങൾ പറയാനാണ്, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ മെറ്റീരിയൽ ഉള്ള കാര്യങ്ങൾ പറയാനാണ്. പക്ഷെ നമ്മൾ നോക്കൂ, കുന്തിദേവി, എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുന്തിദേവി, അല്ലെ? കുന്തിദേവി ഇനിയും ദുഃഖം തരുമെന്നാ പറയുന്നത്. കാരണം എന്തിനാ? വീണ്ടും വീണ്ടും ഭഗവാനെ കുറിച്ച് ഓർക്കാനും ഇത് ചെയ്യാനായിട്ടാണ്. അപ്പൊ കുന്തിദേവി പോലും ഭഗവാന്റെ അടുത്ത് മെറ്റീരിയൽ ആയിട്ടൊന്നും ചെയ്യില്ല, മറിച്ച് അവർ സ്തുതിക്കുകയാണ്, അല്ലെ? അത്രയും ശ്ലോകങ്ങളിലൂടെ ഭഗവാനെ സ്തുതിക്കുകയാണ്. അതേപോലെ ഗജേന്ദ്രൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗജേന്ദ്രന്റെ വ്യാകുലതകളെ കുറിച്ചെല്ലാം ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിട്ട് പാടുകയാണ്. ഏറ്റവും അവസാനമാണ് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ആ മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നത്. അപ്പോ നമ്മളും ചെയ്യേണ്ടത് എന്താണ്? ഭഗവാനെ സ്തുതിക്കുകയാണ്, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ നമ്മൾ കണ്ടുകൊണ്ടിട്ട് നമ്മൾ ആ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന ഒരു കാലം, അല്ലെ? എത്ര ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എത്ര ജന്മം കഴിഞ്ഞാലും, ഏതൊക്കെ ജന്മം എടുത്താലും നമ്മൾ ഭഗവാന്റെ എന്താ പറയുന്നത്, ഭഗവാന്റെ സേവനത്തിൽ, ആ ഭക്തിയുത സേവനത്തിൽ നിരതനായിരിക്കാനുള്ള ഭാഗ്യം മാത്രം തരണമെന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്. അപ്പൊ അങ്ങനെ ജപിക്കാനുള്ള നമുക്ക് സന്തോഷം കിട്ടും, നമ്മുടെ ആനന്ദം കിട്ടുന്ന സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക്, ഭഗവാനിലേക്ക് കൊണ്ടുവരണം. കാരണം ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും നമുക്ക് ഭഗവാന്റെ ആ ശുദ്ധ ഭക്തി നേടിയെടുക്കാണ്ട് എന്താ പറയുന്നത്, ആ നാമം ജപിക്കാതെ ഒരാൾക്കും ഈ ഭൂമി വിട്ട് പോകാൻ സാധിക്കില്ല. പുനരഭിജനനം പുനരഭിമരണം, അല്ലെ? നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ ജനിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഏക വഴി ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ആ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ്. ഹരേ കൃഷ്ണ. ഇനി ഇത് കണ്ടിന്യൂ നാമജപമല്ലേ മാതാജി? അതെ പ്രഭു. ഇനി 54 തവണ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കും. ഓക്കെ, അത് മാതാജി കൗണ്ട് ചെയ്യില്ലേ? കൗണ്ട് ചെയ്തോളാം. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും മാലയുള്ളവരെല്ലാവരും മാല എടുത്തോളൂ. അല്ലാണ്ട് ക്ലിക്കറിൽ ജപിക്കുന്നവര് ക്ലിക്കർ ആയാലും കുഴപ്പമില്ല. മാല എടുക്കുക. നമ്മൾ മേരുമുത്തില് ഏറ്റവും മുകളിലത്തെ മുത്തില് പിടിക്കുക. ജയശ്രീ ചൊല്ലുന്നത് മാതാജി, ജയശ്രീകൃഷ്ണ ഇത് മൂലമന്ത്രവും പഞ്ചതത്വ മന്ത്രം കഴിഞ്ഞിട്ട് പിന്നെ 54 തവണ മഹാമന്ത്ര ജപം. ഓക്കെ. അല്ല, മൂലമന്ത്ര നമ്മൾ ഒരുമിച്ച് തന്നെയല്ലേ പഞ്ചതത്വ മന്ത്രം ജപിക്കുന്നത്?
പ്രഭു ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് പറഞ്ഞു കൊടുത്തോളൂ. ഓക്കെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ 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 രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 ഹരേ. ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ഹരേ 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 രാമ 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 ഹരേ ഹരേ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ 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 രാമ 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 ഹരേ രാമ 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 ഹരേ. രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 ഹരേ. രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ. ഹരേ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 ഹരേ. രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ. രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ ഹരേ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ ഹരേ ഹരേ. ഹരേ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ 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 ഹരേ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ ഹരേ രാമ രാമ കൃഷ്ണ രാമ കൃഷ്ണ രാമ ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ, ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ, രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ, കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ, രാമ ഹരേ ഹരേ, ഹരേ 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 കൃഷ്ണ രാമ രാമ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ, ഹരേ ഹരേ ഹരേ, രാമ രാമ ഹരേ രാമ ഹരേ ഹരേ, രാമ ഹരേ ഹരേ ഹരേ, കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, കൃഷ്ണ ഹരേ ഹരേ ഹരേ, രാമ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ഹരേ ഹരേ, രാമ ഹരേ രാമ രാമ ഹരേ ഹരേ, രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, കൃഷ്ണ ഹരേ ഹരേ, ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ, ഹരേ, ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, കൃഷ്ണ ഹരേ ഹരേ, ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ആയി പ്രഭു, കംപ്ലീറ്റ് ആയി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ ജയ ശ്രീകൃഷ്ണ ചൈതന്യം പ്രഭു നിത്യാനന്ദ പ്രഭു പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ ശ്രീ അദ്വൈത അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ശിവസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ഹരേ രാമ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരിനാമ മാഹാത്മ്യത്തെ കുറിച്ച് വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നു. താങ്ക് യു. ഇന്ന് ഭഗവത്ഗീതയിലെ
9-ാം അധ്യായത്തിലെ 18 മുതൽ 34 വരെ ശ്ലോകങ്ങൾ നമുക്കായി പറഞ്ഞു തരുന്നത് ഹെർ ഗ്രേസ് ശ്രീകാന്ത ദേവിദാസി മാതാജിയാണ്. ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നതിന് മുൻപായി മാതാജിയെ കുറിച്ച് 2 വാക്ക്. ഹെർ ഗ്രേസ് ശ്രീകാന്ത ദേവിദാസി മാതാജി 2015-ൽ ബോംബെ ചൗപ്പാത്തി ഇസ്കോണുമായി ബന്ധപ്പെടുകയും തുടർന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ആരംഭിക്കുകയും ചെയ്തു. 2021-ൽ കൊച്ചി ഇസ്കോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. 2024-ൽ മാതാജിക്ക് ഹിസ് ഹോളിനസ് ശ്രീ രാധാനാഥ് സ്വാമി മഹാരാജിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുന്നതിനുള്ള സൗഭാഗ്യവും ലഭിക്കുകയുണ്ടായി. ഡോക്ടറായ ഭർത്താവും 2 ആൺമക്കളും അടങ്ങുന്നതാണ് മാതാജിയുടെ കുടുംബം. മൂത്ത മകനും കുടുംബവും ബോംബെയിൽ താമസിക്കുന്നു. ഇളയ മകനും ഭാര്യയും 2 പേരക്കുട്ടികളോടുമൊപ്പം തമ്മനത്താണ് മാതാജിയും ഭർത്താവും താമസിക്കുന്നത്. ഹെർ ഗ്രേസ് ശ്രീകാന്ത ദേവിദാസി മാതാജിയെ ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്നതിനായി ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. എനിക്ക് ഇന്ന് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് 9-ാമത്തെ അധ്യായത്തിലെ ശ്ലോകം 18 മുതലാണ്. അപ്പൊ നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരോന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇന്നത്തെ 9-ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗമാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് 17 വരെ എടുത്തു. ഇപ്പോ 18 തൊട്ടാണ് എനിക്ക് എടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഈ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മള് സ്വർണ്ണമൊക്കെ എവിടെയാണ് സൂക്ഷിക്കുക? വളരെ മൂല്യമായിട്ടുള്ളത് അത് നമ്മൾ ജ്വല്ലറി ബോക്സിലല്ലേ വെക്കുക, ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെക്കും. അതുപോലെ വിലപ്പെട്ട ഒരു അധ്യായമാണ് ഇത്, രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന ഈ അധ്യായം. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഇത്രയും പ്രാധാന്യം വന്നത്? വേദങ്ങളുടെയും വിവിധ തത്വസംഹിതകളുടെയും നിർകൃഷ്ട പഠനം കൊണ്ട് നേടാവുന്ന ജ്ഞാനത്തിന്റെ കാമ്പാണ് ഈ രാജവിദ്യ. അതുകൊണ്ടാണ് ഇത് 18 അധ്യായങ്ങളുള്ള ഈ ഗീതയില് നടുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇത്ര? ഭഗവാൻ തന്നെ പറയുന്നത് ഇത് കാമ്പാണ്, പിന്നെ രഹസ്യമാണ് ഈ വിദ്യ എന്ന്. അതെന്തുകൊണ്ടാണ് രഹസ്യമായത്? വിവിധ വേദങ്ങളുടെയും സംഹിതകളുടെയും പഠനം, നിഷ്കൃഷ്ട പഠനം കൊണ്ട് ലഭിക്കുന്നതാണ് ഇത്. അതുമല്ല, ആത്മാവും ശരീരവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കി എന്ന അറിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാലാണ് ഈ വിദ്യ അതീവ രഹസ്യമാണെന്ന് ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വിദ്യയുടെ ലക്ഷ്യം എന്താണ്? ഭഗവത് സേവനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടത് ആയത് ഇത്. അപ്പൊ ഇനി നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ നോക്കാം എന്താണ് ഭഗവാൻ ഇവിടെ പറയുന്നതെന്ന്. ശ്ലോകം വായിക്കും. 18-ാമത്തെ ശ്ലോകം. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രലയ സ്ഥാനം നിധാനം ബീജം അവ്യയം. വിവർത്തനം ശ്രീ പ്രഭുപാദരുടേതാണ്. ഹരേ കൃഷ്ണ. ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാത്തിന്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? കൃഷ്ണനാണ് ആത്യന്തിക ലക്ഷ്യമെന്നാണ്, പ്രാപ്യസ്ഥാനം എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ഭക്തന്മാരായാലും നമ്മൾ അതുകൊണ്ട്
കൃഷ്ണനെ വേണം പ്രാപ്യസ്ഥാനമായിട്ട് കാണാനും ആരാധിക്കാനും വേണ്ടി. അപ്പൊ എന്നാൽ മറ്റ് ദേവന്മാരെ പ്രാപ്യസ്ഥാനമാക്കി ആരാധിക്കുന്ന ഭക്തന്മാരും ഉണ്ട്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവര് അതാത് ദേവന്മാർക്കുള്ള അനുയോജ്യമായ പൂജാവിധികൾ ഒക്കെ അനുഷ്ഠിച്ച് ചന്ദ്രലോകം, സൂര്യലോകം, ഇന്ദ്രലോകം, തപോലോകം, മഹർലോകം എന്ന ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരും. പക്ഷെ അവിടെ എത്തിച്ചേർന്നാല് അപ്പൊ അവിടെ എത്തിച്ചേരുന്നതും ഈ ഗ്രഹങ്ങളൊക്കെ തന്നെയും ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതും ഭഗവാന്റെ അംശങ്ങളുമാണ്. അതുകൊണ്ട് അവര് പരോക്ഷമായി കൃഷ്ണനിലേക്കാണ് തന്നെയാണ് എത്തുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരോക്ഷമായി എത്തുന്നതിന് പകരം നേരിട്ട് നമുക്ക് കൃഷ്ണനെ ആരാധിച്ചാൽ പോരെ? ഒരു വലിയ കുറെ അധികം ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിഫ്റ്റിൽ പോകുന്നതല്ലേ നല്ലത്. അതിന് പകരം കോണിപ്പടികൾ കയറി പോയിട്ട് സമയവും നമ്മുടെ ഊർജവും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നേരിട്ട് കൃഷ്ണനെ ആരാധിക്കുകയാണ് വേണ്ടതെന്ന് ഇവിടെ പറയുന്നു. പിന്നെ സൃഷ്ടിയുടെ ആദിമ ഉൽപ്പത്തിയും പ്രളയത്തിന് ശേഷമുള്ള ആത്യന്ത്യ ലക്ഷ്യവും പ്രാപ്യസ്ഥാനവുമാണ് കൃഷ്ണൻ. അതുകൊണ്ട് സർവ കാരണങ്ങൾക്കും കാരണമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് നമ്മൾ ഭഗവാനെയാണ് ശരിക്കും ആരാധിക്കേണ്ടത് എന്ന് ഇവിടെ സമർത്ഥിക്കുന്നു. ശ്ലോകം 19. തപാമ്യഹമഹം വർഷം മൃത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദാ സച്ചാഹമർജുന. വിവർത്തനം. അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു, മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇപ്പൊ കൃഷ്ണന്റെ വിവിധ ശക്തികളാണ് വൈദ്യുതി, സൂര്യൻ. ഇവരുടെ സഹായത കൊണ്ടാണ് നമുക്ക് ചൂടും വെളിച്ചവും ലഭിക്കുന്നത്. പക്ഷെ അതുപോലെ വേനൽക്കാലത്ത് മഴ പെയ്യാതിരിക്കുന്നതും മഴക്കാലത്ത് കോരിച്ചൊരിയുന്ന മഴ പെയ്യിക്കുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യം കൂട്ടുന്നതും നമ്മുടെ ശരീരത്തിനെ നിലനിർത്തുന്നതും ഒക്കെ ഭഗവാനാണ്. അന്ത്യകാലത്ത് മൃത്യുവിന്റെ രൂപത്തിൽ വരുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ സർവ പ്രത്യക്ഷ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും അടങ്ങിയ ഭീമാകാരമായ വിശ്വരൂപം ഭഗവാന്റെ തന്നെയാണ്. അപ്പൊ ദ്വിഭുജനായ ശ്യാമസുന്ദരനായി ഭഗവാൻ ഓടക്കുഴൽ ഊതിക്കൊണ്ട് വൃന്ദാവനത്തിലൊക്കെ ലീലകൾ ആടുന്നതും ഭഗവാൻ തന്നെയാണ്. അത് നിരാകാര വ്യക്തികൾക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ ഭക്തന്മാരായാൽ നമുക്ക് ഭഗവാനെ എവിടെയും എപ്പോഴും എല്ലാ സ്ഥലത്തും ഭഗവാനെ കാണാൻ കഴിയും. ഇനി 20ാമത്തെ ശ്ലോകം. ത്രൈവിദ്യാമാം സോമപാപൂത പാപ യജ്ഞൈരിഷ്ട്വാ സ്വർഗഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോക അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ഇവിടെ വിവർത്തനം. സ്വർഗീയ സുഖങ്ങൾ കാംക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെ തന്നെ. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ത്രൈവിദ്യ എന്ന വാക്കെന്ന് പറഞ്ഞാല് എന്താണ്? സാമം, യജുസ്, ഋഗ് എന്ന വേദങ്ങളാണ് 3 വേദങ്ങളില്. പിന്നെ 3 വേദങ്ങൾ പഠിക്കുന്നവരെയാണ് ത്രിവേദികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ത്രിവേദികള് കൃഷ്ണന്റെ ചരണ കമലങ്ങളെ ആശ്രയിച്ച് കൃഷ്ണ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് ശുദ്ധഭക്തി സേവനത്തിൽ ഏർപ്പെടും. അതെന്താണ് അവരുടെ ശുദ്ധഭക്തി പ്രക്രിയ? എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കലും
പിന്നെ കൃഷ്ണന്റെ സത്യം അറിയാനുള്ള യത്നവുമാണ് ഈ അവരുടെ പ്രക്രിയ. അതേപോലെ അത് അങ്ങനെ അല്ലാത്തവരുണ്ട്. ത്രിവേദികൾ ആണെങ്കിലും അത്ര മഹാപണ്ഡിതന്മാര് ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് അറിയാത്തവരുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവര് ഇന്ദ്രനെയും ചന്ദ്രനെ പോലുള്ള പിന്നെ ദേവന്മാർക്കായി യജ്ഞഹൂതി ചെയ്യുന്നു. അപ്പൊ ഈ യജ്ഞഹൂതികൾ അവർ ചെയ്താല് അവരുടെ പ്രകൃതിയുടെ അധമ ഗുണങ്ങളാൽ ഉണ്ടാകുന്ന അവരുടെ മാലിന്യങ്ങളൊക്കെ നീങ്ങി അവര് മോചനം നേടി അവർ ഉയർന്ന ഗ്രഹങ്ങളില് ഈ ദേവന്മാരുടെ ഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരും. പക്ഷെ ഇത് ശരിക്കും പിന്നെ ഭക്തിപരമായിട്ടുള്ള ഇതല്ല അത്. അപ്പൊ അവിടെ എത്തിച്ചേർന്നാൽ അവർക്ക് എന്താണ് കിട്ടുന്നത്? ഭൂമിയിൽ ഉള്ളതിനെക്കാട്ടിൽ 10,000 മടങ്ങ് പിന്നെ ഇതുള്ള വൈശിഷ്ടമുള്ള ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാം. അല്ലാതെ ഭക്തിയിൽ അവർ പിന്നെ അത് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. പുണ്യ കർമ്മങ്ങളുടെ ഫലങ്ങൾ തീർന്നാലും തിരിച്ചു വരേണ്ടി വരും. അതാണ് ഇതുകൊണ്ട് അങ്ങനെയുള്ളവർ ചെയ്യുന്നോണ്ട് കിട്ടുന്ന ഇത്. ഇനി ശ്ലോകം 21. തേ തം ഭൂക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്ന ഗദാഗദം കാമാലബന്ധേ. വിവർത്തനം. ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കഴിഞ്ഞ ഇതിൽ ശ്ലോകത്തില് പറഞ്ഞല്ലോ ഇങ്ങനെ ഇത് ദേവന്മാരെ ഇതാക്കിയിട്ട് ആഗ്രഹങ്ങളിലൊക്കെ പോകുന്നു. ഇന്ദ്രിയങ്ങൾ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാല് തിരിച്ച് അവര് ആ പുണ്യ കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരേണ്ടി വരും. അതാണ് അതുകൊണ്ടുള്ള ഒരു ഇത്. അതിനാൽ നമുക്ക് അതല്ലല്ലോ വേണ്ടത്. നമുക്ക് സച്ചിദാനന്ദമായ ഒരു ശാശ്വത ജീവിതം അനുഭവിക്കാനും പിന്നീട് ഒരിക്കലും ഈ ദുരിതപൂർണമായ ക്ലേശങ്ങളൊക്കെ ഉള്ള ഈ ഭൗതിക ലോകത്തിൽ തിരിച്ചു വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ആധ്യാത്മിക ലോകം തേടുകയാണ് നമ്മൾ വേണ്ടത്. ഇനി ശ്ലോകം 22. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. വിവർത്തനം. എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. ഇത് ഭഗവാന്റെ വാക്കാണ്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഭഗവാനെ നമ്മൾ സേവിക്കണ ഇത് ഭഗവാന്റെ ശ്രവണം, കീർത്തനം, സ്മരണം, ഇങ്ങനെ നവവിധ ഭക്തികളുണ്ടല്ലോ. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെ നവവിധ ഭക്തികളുടെ ഈ ഭക്തി പ്രക്രിയയിലൂടെ നമ്മൾ ഭക്തിയുത സേവനം ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഭക്തന് പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഭക്തിയുത സേവനം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതുമായിട്ട് മുമ്പിൽ പോകുമ്പോൾ ഭഗവാൻ അത് കണ്ട് സന്തോഷിക്കുകയും അതിന് നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരും. അതുമാത്രമല്ല, നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞാല് പിന്നെ ഒരിക്കലും ലഭിച്ച ശേഷം ക്ലേശപൂർണമായ നമ്മുടെ ഈ ഭൗതിക ലോകത്തിലെ ക്ലേശപൂർണമായ ദുരിത ജീവിതത്തിലേക്ക് വീണ്ടും വീഴാതിരിക്കാനായിട്ട് ഭഗവാൻ നമ്മെ രക്ഷിക്കുകയും ചെയ്യും. അപ്പൊ അതല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ അതുകൊണ്ട് ഭഗവാന്റെ ഈ നവവിധ ഭക്തി ക്രിയകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഭഗവാനെ സന്തോഷിപ്പിക്കാനും കൃഷ്ണാവബോധത്തിൽ വരാനും അതുവഴി നമുക്ക് ഈ ക്ലേശപൂർണമായ ജീവിതത്തിൽ നിന്ന്
പിന്നെ രക്ഷപ്പെടാനും സാധിക്കണം. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഇനി 23. യേ അപി അന്യദേവതാ ഭക്താ യജന്തെ ശ്രദ്ധയാൻവിതാഃ യേ അപി മാമേവ കംദേയ യജന്തി അവിധി പൂർവകം. ഇപ്പൊ വിവർത്തനം: മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. കുന്തിപുത്ര, എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല. അപ്പൊ എന്താണ് ഇവിടെ ഭഗവാൻ പറയുന്നത്? അപ്പൊ കഴിഞ്ഞ ഈ 18ാമത്തെ ശ്ലോകത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞത് മറ്റു ദേവന്മാര് ആരാധിക്കുന്ന ഭക്തന്മാരും ഉണ്ട് എന്ന്. പക്ഷെ അവര് എന്നെ തന്നെയാണ് പരോക്ഷമായി എന്നിൽ തന്നെയാണ് വന്നു പെടുന്നതെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ പറയണം ഭഗവാൻ. ഈ ദേവകളെ ഉപാസിക്കുന്നവര് ബുദ്ധി കുറവാണ് അവർക്ക്. അതുകൊണ്ട് അവർക്ക് അവര് അവിടെ മറ്റു ദേവന്മാരെ ഉപാസിക്കുന്നവരുടെ ആരാധനയും പരോക്ഷമായി ഭഗവാനിൽ തന്നെ എത്തുന്നതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഉദാഹരണത്തിന് നമ്മള് ഒരു മരത്തിന് വെള്ളം കൊടുക്കണമെങ്കിൽ വേരിൽ ഒഴിച്ചാൽ പോരെ, കമ്പുകളിലും ഇലകളിലും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ശരീരത്തിനും പോഷണം ലഭിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വയറ്റില് ഭക്ഷണം എത്തിക്കേ വേണ്ടൂ. അതെല്ലാ നമ്മുടെ അവയവങ്ങൾക്കും അതിന്റെ പോഷണം ലഭിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് അതുപോലെയാണ് ഭഗവാന് കൃഷ്ണ ഭഗവാനെ സേവിച്ചാല് മറ്റ് ദേവന്മാരും പിന്നെ സംതൃപ്തരായിക്കോളും. ഭഗവാനെ തൃപ്തനാക്കിയാൽ. കാരണം എന്താണ്? അവരൊക്കെ ഭഗവാന്റെ കീഴിലുള്ളവരാണ്, ഭഗവാന്റെ അംശങ്ങളുമാണ്. അതുകൊണ്ട് നമ്മൾ കൃഷ്ണ ഭഗവാനെ വേണം ആരാധിക്കാനും പിന്നെ സേവിക്കാനും. പിന്നെ ശ്ലോകം 24. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച നതു മാമഭിജാനന്തി തത്വേനാശ്ച വന്ദിതേ. വിവർത്തനം: സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എന്റെ ഈ യഥാർത്ഥ ദിവ്യ പ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം. അപ്പൊ ഇവിടെ യജ്ഞത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിഷ്ണുവാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. നമ്മൾ യജ്ഞം ചെയ്യുന്നത് വിഷ്ണുവിനെ സംപ്രീതിക്ക് വേണ്ടിയാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്. യജ്ഞത്തിന്റെ ഭോക്താവും ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമ്മൾ യജ്ഞം ചെയ്യേണ്ടത് ഭഗവാനെ തൃപ്തിപ്പെടുത്താനായിട്ടാണ്. അതുപോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത് ഭഗവാനെ തൃപ്തിപ്പെടുത്താനായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിന് നമ്മൾ എല്ലാ കർമ്മങ്ങളും വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താനുള്ള യജ്ഞമായിട്ട് വേണം ചെയ്യാൻ. ആ ഒരു മൂഡിൽ വേണം ചെയ്യാൻ. എന്നാൽ ഭൗതിക അഭിലാഷങ്ങളുള്ള അത് അങ്ങനെ പിന്നെ ആ ഭഗവാനെ തൃപ്തിപ്പെടുത്താനല്ലാതെ ഭൗതിക അഭിലാഷങ്ങൾ നേടാൻ വേണ്ടി ചിലര് യജ്ഞം ചെയ്യും, മറ്റു ദേവന്മാരെയൊക്കെ. അപ്പൊ അങ്ങനെ അവരൊക്കെ ബുദ്ധിഹീനരാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ചെയ്യുന്നതുകൊണ്ട് അത് ഭക്തിക്ക് അനുയോജ്യമല്ല. അത് നമുക്ക് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ഭക്തിയിൽ നമ്മൾ മുന്നേറാൻ അത് സഹായിക്കില്ല. അപ്പൊ എങ്കിലും അവർക്ക് അങ്ങനെ അവര് യജ്ഞം ചെയ്താലും എന്തു പറ്റും? അവര് ആഗ്രഹിച്ച ഭൗതിക നേട്ടങ്ങളൊക്കെ അവർക്ക് ലഭിക്കും. അത് മാത്രമേ ഉള്ളൂ. ഭക്തിയിൽ അവര് മുന്നേറി പിന്നെ പോകൂല, ഇങ്ങനെ ചുറ്റിത്തിരിയേണ്ടി വരും. പിന്നെ ശ്ലോകം 25. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാഃ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാജിനോ പിമാം. വിവർത്തനം: ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ ഇടയിൽ ജനിക്കും. പിതൃക്കളുടെ ഇടയിൽ ജനിക്കും. ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവരാട്ടെ അവരുടെ ഇടയിലാണ് ജനിക്കുക. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. അപ്പൊ ഇത് വായിക്കുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ നമ്മള് ദേവന്മാരെ ഉപാസിക്കുന്നതുകൊണ്ട് സ്വർഗലോകത്തിലും
പിന്നെ പിതൃക്കളെ ഉപാസിക്കുന്നതുകൊണ്ട് പിതൃ ലോകത്തിലും പോകും. അതുപോലെ പിശാചുക്കളെയൊക്കെ, യക്ഷന്മാരെ, അവരെയൊക്കെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മൾ അതിന് ദുർമന്ത്രവാദം എന്ന് പറയും. അപ്പൊ അത് നമ്മൾ പൈശീചികമായ ലോകത്തിലാണ് നമ്മൾ എത്തിപ്പെടുക. അപ്പൊ അതേ എങ്കില് അല്ലെ പിന്നെ ശുദ്ധഭക്തന്മാരെന്താ ചെയ്യുന്നത്? ഭക്തന്മാരുടെ ഭഗവാനെ ആരാധിക്കുക, കൃഷ്ണ ഭഗവാൻ. അപ്പൊ അങ്ങനെ അവര് ശുദ്ധഭക്തന്മാര് വൈകുണ്ഠ ലോകങ്ങളും കൃഷ്ണലോകവും പ്രാപിക്കും. അപ്പൊ അതുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഭഗവത് ധാമത്തില് എത്തിച്ചേരാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനമായ ഇസ്കോണ് യത്നിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക, ഭഗവാനെ ആരാധിക്കുക. മറ്റു ദേവന്മാരെ ആരാധിക്കുന്നതിലും നല്ലത് ഭഗവാനെ ആരാധിക്കുന്നതാണ്. ശ്ലോകം 26. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യ ഉപഹൃതം അസ്നാമി പ്രയതാത്മനഃ. വിവർത്തനം. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നതെന്തും ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ അത് ഞാൻ സ്വീകരിക്കും. കണ്ട, അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാം ഭഗവാന് എന്തു കൊടുക്കുന്നതും പ്രിയത്തോടെ പിന്നെ സ്നേഹപൂർവ്വം കൊടുക്കണമെന്ന്, അല്ലെ? അപ്പൊ ഈ ശ്ലോകത്തില് ഭഗവാന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് നിവേദിക്കേണ്ടതെന്ന് വിശദമായി ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഭഗവാന് എന്തൊക്കെ അർപ്പിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയറ് വർഗങ്ങള്, പിന്നെ പാൽ, വെണ്ണ, പിന്നെ വെള്ളം, ഇതൊക്കെ ഭഗവാന് നിവേദിക്കാം. പക്ഷെ മത്സ്യം, മാംസം, മുട്ട ഇതൊന്നും ഭഗവാൻ നിവേദിക്കാൻ പാടില്ല. അതൊട്ട് സ്വീകരിക്കുകയില്ല ഭഗവാൻ. അതുപോലെ നമ്മൾ ഇങ്ങനെ നിവേദിക്കുമ്പോൾ നമ്മൾ നിവേദിച്ചിട്ട് വേണം, നമ്മൾ ഭഗവാന് നിവേദിച്ചിട്ട് വേണം നമ്മുടെ ആഹാരം കഴിക്കാനായിട്ട്. അങ്ങനെ അല്ലാതെ കഴിക്കുന്നവരെ പാപ ബുക്കുകൾ എന്ന് പറയുന്നു. അത് ഭഗവത്ഗീത 3-ാം അധ്യായത്തില് 13-ാം ശ്ലോകത്തില് ഇത് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന് സമർപ്പിച്ച ഭക്ഷണം കഴിക്കുന്നവർക്ക് ജീവിതത്തിൽ എന്താണ് നേട്ടം? അവർക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും. അത് മാത്രമല്ല അവരുടെ മനസ്സും ബുദ്ധിയും ശരീരവും ഒക്കെ പവിത്രവും പരിശുദ്ധവുമാകും. പിന്നെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങള് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പോലെയല്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ അല്ല ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ. ഭഗവാന്റെ ഇന്ദ്രിയങ്ങള് ഒരു ഇന്ദ്രിയത്തിന് തന്നെ മറ്റു ഇന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഭഗവാന് ഈ പിറവി സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ടാണ്. ഭൗതിക പ്രകൃതിയിൽ ഒന്ന് കടാക്ഷിച്ചത് കൊണ്ടാണ് ഈ പിറവി വന്നിരിക്കുന്നത്. അപ്പൊ എത്രമാത്രം ഇതാണ്ടെന്ന് നോക്ക് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളുടെ ഇത്. അതുകൊണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഭഗവാന് ഭക്ഷണം പാകം ചെയ്ത് നിവേദിക്കുമ്പോൾ നമ്മളൊരു മന്ത്രമൊക്കെ ചൊല്ലി ഭഗവാനോട് പറയുമല്ലോ, സ്നേഹത്തോടെ വന്ന് സ്വീകരിക്കണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ പ്രേമ വാക്കുകൾ കൊണ്ട് നിവേദകൻ അവരുടെ പ്രേമ വാക്കുകൾ ഉച്ചരിച്ച് പറയുമ്പോൾ ഭഗവാൻ അത് ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ഭഗവാനത് ആസ്വദിക്കുകയാണെന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഗീതയിൽ ഭഗവാൻ തന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റു വ്യാഖ്യാനങ്ങളൊന്നും കൂടാതെ നമ്മൾ ഇത് വിശ്വസിക്കണം. എന്നുവെച്ചാല് ഭഗവത്ഗീത ഭഗവാന്റെ മുഖാരവിന്ദങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഭക്തന് മാത്രമേ ഭഗവാൻ ഇങ്ങനെ ഭഗവാന് നമ്മൾ വെച്ച ഇത് ഭഗവാൻ ഭക്ഷിക്കുകയും പിന്നെ ആസ്വദിക്കാനും പറ്റുമെന്ന് നമ്മൾ പരിശുദ്ധ ഭക്തന്മാർ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അല്ലാത്തവരൊന്നും അവർക്ക് ഇതിൽ വിശ്വാസം ഉണ്ടാവില്ല. ഭഗവാൻ സ്വീകരിക്കുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ വിചാരിക്കും. പിന്നെ ശ്ലോകം 27. യത് കരോഷി
യത്കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് യത്തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമദർപ്പണം. വിവർത്തനം. നീ എന്തു ചെയ്യുന്നുവോ, എന്തു നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. കണ്ട, അപ്പൊ ഏത് സന്ദർഭത്തിലും നമ്മൾ കൃഷ്ണനെ മറന്നു പോകാത്ത വിധത്തില് നമ്മളെ ജീവിതചര്യകള് ചിട്ടപ്പെടുത്തണം. എന്നുവെച്ചാൽ എന്തും ചെയ്യുന്നതും പിന്നെ ഭക്ഷിക്കുന്നതും ദാനം ചെയ്യുന്നതും ഒക്കെ നമുക്ക് അതൊക്കെ ചെയ്യുമ്പോൾ ഭഗവാനെ ഓർക്കണം. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ഇപ്പൊ അത് നമ്മുടെ കടമ കൂടിയാണ്. ഭഗവാനെ എപ്പോഴും നമ്മള് ഓർക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പൊ ആത്മാവും ശരീരവും ഒന്നിച്ച് നിലനിർത്താൻ നമുക്ക് എപ്പോഴും കർമ്മം ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അതുകൊണ്ട് ഭഗവാന് വേണ്ടി ആയിരിക്കണം. ഇപ്പൊ നമ്മള് ഈ ഇവിടെ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാതെ ഒക്കില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കർമ്മം ചെയ്തേ പറ്റൂ. അപ്പൊ കർമ്മം ചെയ്യുമ്പോ ആ കർമ്മങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം പാകം ചെയ്തിട്ട് ഭഗവാന് വെച്ചിട്ട് നിവേദിച്ചിട്ട് കഴിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലതല്ലാതെ ചീത്തയാവില്ല ഒരിക്കലും. അതുകൊണ്ടുള്ള ഫലം ഉണ്ടാവും നമുക്ക്. ഇനി 28. ശുഭാശുഭഫലൈരേവം മോക്ഷസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. വിവർത്തനം. ഇങ്ങനെ കർമ്മബന്ധങ്ങളിൽ നിന്നും തജ്ജന്യങ്ങളായ ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വതന്ത്രനാകാം. പരിത്യാഗം എന്ന തത്വം ഉൾക്കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. 28. ഈ ഇതില് ഭഗവാൻ അത് പറഞ്ഞത് നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം കർമ്മം ചെയ്യാതെ പറ്റില്ല. ഒരു നിമിഷം പോലും ഇരിക്കാനും പറ്റില്ല. അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത്രയും ഭഗവാനെ അർപ്പിക്കണം എന്നാണ് ഭഗവാൻ ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഭഗവാന് സമർപ്പിച്ചാല് അതിനെ യുക്ത വൈരാഗ്യം എന്നാണ് പറയുന്നത്. ഭഗവത് സേവനത്തിനായി സ്വജീവിതം അർപ്പിച്ച സന്യാസിമാര് എന്താ ചെയ്യുന്നത്? അവരെ തന്നെ ഭഗവത് ഇച്ഛയ്ക്ക് വിധേയനായ ഒരു നിത്യദാസനായിട്ടാണ് അവരെ തന്നെ കണക്കാക്കുന്നത്. അവര് ഭഗവാന്റെ നിത്യദാസനാണെന്ന് അവരങ്ങനെ ധരിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്കാണ് അയാള് എന്തും ചെയ്യുന്നത്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നതും ഭഗവാന് വേണ്ടിയിട്ടായിരിക്കും, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. പിന്നെ അതൊക്കെ ഭഗവാന്റെ സേവനമായിട്ടാണ് അവര് ചെയ്യുന്നത്. പിന്നെ വേദവിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളിലോ പിന്നെ ഫലോദിഷ്ട കർമ്മങ്ങളിലോ ഒന്നും അവർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. അവർക്ക് ആകെ മുമ്പില് ഭഗവാന്റെ സേവ ചെയ്യുക, ഭഗവാന് വേണ്ടി ഏതും എപ്പോഴും ഭഗവാന് വേണ്ടി ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. വേദവിധി പ്രകാരമൊന്നും അവര് ശ്രദ്ധിക്കൂല. ഭഗവാനെ മാത്രമുള്ളൂ അവന്റെ ശ്രദ്ധ, ഭഗവാനിൽ മാത്രം. അപ്പൊ അങ്ങനെ അപ്പൊ അവര് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അവര് വിധിപ്രകാരമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. പക്ഷെ അങ്ങനെ അവരെ ധരിക്കാൻ പാടില്ലെന്നാണ് മറ്റ് വൈഷ്ണവ ഗ്രന്ഥങ്ങൾ പറയുന്നത്. എന്നുവെച്ചാല് അവരെ കണ്ടാല് നമുക്ക് അത്രയും ദുർഗ്രാഹ്യമാണെന്നാണ് പറയുന്നത് വൈഷ്ണവ ഗ്രന്ഥങ്ങള്. ഇങ്ങനെ അവരെ കാണുമ്പോ അവര് അത്രയും ഭഗവാനിൽ ഇതായിട്ടിരിക്കണം. അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പൊ നമുക്കത് ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ. അപ്പൊ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് ഏതെല്ലാം വിധത്തില് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പറ്റും, ഏതെല്ലാം വിധത്തിൽ ഭഗവാനെ സേവിക്കാൻ പറ്റുമെന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവർ ഭാവിയിൽ എന്തായാലും ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് ഒരു സംശയമില്ല. പരിശുദ്ധ ഭക്തന്മാരുടെ ഇങ്ങനത്തെ ഈ പ്രവൃത്തി പിന്നെ മനസ്സിലാക്കാൻ അതിബുദ്ധിമാന്മാർക്കും പറ്റില്ലെന്നാണ് പറയുന്നത് വൈഷ്ണവ ഗ്രന്ഥങ്ങൾ. അപ്പൊ പിന്നെ അവര് തീർച്ചയായിട്ടും
അവസാനം ഭഗവത് ധാമത്തിലേക്ക് തന്നെ തിരിച്ചു എത്തും. പിന്നെ ശ്ലോകം 29. സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. വിവർത്തനം. എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷപാതവുമില്ല. എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. 29. അപ്പൊ കൃഷ്ണന് എല്ലാവരോടും സമഭാവനയാണ് ഉള്ളത്, ആരോടും പക്ഷപാതമില്ല. എങ്കിലും ഭക്തന്മാരിൽ നമുക്കൊരു ഭഗവാന്റെ ഒരു സവിശേഷ താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പിന്നെ ഭക്തന്മാർക്ക് ഭക്തന്മാർക്ക് വേണ്ടി, പരിശുദ്ധ ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യും. ഭഗവാനെ ഓർത്താൽ മാത്രം മതി, ഭഗവാൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. ഈ ഗജേന്ദ്ര മോക്ഷത്തില് കണ്ടില്ലേ, ഗജേന്ദ്രൻ ഭഗവാനെ വിളിച്ചപ്പോ എത്ര പെട്ടെന്നാണ് ഭഗവാൻ ഓടിയെത്തിയത്. പിന്നെ ഗരുഡന്റെ സ്പീഡ് പോരാന്നാണ് ഭഗവാന് തോന്നിയത് അവിടെ എത്താനായിട്ട്, ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട്. അപ്പൊ പിന്നെ ഇവിടെ പറയുന്നത് ഭഗവാൻ ഒരു മഴക്കാരനെ പോലെയാണെന്ന്. അപ്പൊ മഴക്കാരെന്താണ്, മഴ പെയ്യിക്കുമ്പോ എവിടേക്കാണ് മഴ പെയ്യുന്നത്, ഭൂമിയിലാണോ പിന്നെ വെള്ളത്തിലോ കുന്നിൻ പുറത്തോ ഒക്കെ വീണ്ടോന്നൊന്നും നോക്കൂല. എല്ലായിടത്തും ഒരേപോലെ മഴക്കാറ് മഴ ചൊരിയും. പക്ഷെ ഭഗവാൻ അതുപോലെയാണ്. എങ്കിലും ഭക്തന്മാരുടെ ഒരു സവിശേഷ കാരുണ്യമുണ്ട് ഭഗവാന്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് യേ യഥാമാം പ്രപദ്യന്തെ താം തദൈവ ഭജാമ്യഹം. ഭഗവാൻ തന്നെ പറയുന്നതാണ്. എന്താണ്, നീ എന്നെ എങ്ങനെ സ്വയം സമർപ്പിക്കുന്നുവോ അതേ വിധത്തിൽ ഞാനും നിന്നെ രക്ഷിക്കുമെന്ന്. അപ്പൊ എത്ര ഇതാണ് നോക്ക്, ഭഗവാൻ കരുണാമയനാണെന്ന് നോക്ക്. പിന്നെ ഭഗവാന് ഭക്തന്മാരോടുള്ള ഈ പക്ഷപാതം പിന്നെ ഇത് സവിശേഷ ഭഗവാന്റെ കാരുണ്യത്തിന്റെ ഒരു ഇതാണ്, പ്രഭാവമാണ്, പ്രത്യക്ഷ പ്രകടനമാണ്. എന്തുകൊണ്ടാണ് ഭഗവത് സേവനം ഒരു ആധ്യാത്മിക ഭൗതിക പ്രവർത്തനമല്ല, അത് ആധ്യാത്മികമാണ്. മറിച്ച് സച്ചിദാനന്ദ പൂർണ്ണമായ ആധ്യാത്മികത്തിലെ ഘടകമാണ് ഈ ഭഗവത് സേവനം. അപ്പൊ നമ്മളെല്ലാവരും ഭഗവത് സേവനം ചെയ്യണം. ഇത് ആധ്യാത്മികമായിട്ടുള്ള ഒരു ഘടകമാണ്. ഭഗവാന്റെ കരുണ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്താലേ ഉണ്ടാവും. ശ്ലോകം 30. അപി ചേത് സുദുരാചാരോ ഭജത്തെ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. വിവർത്തനം. ഒരാൾ അത്യന്തം ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. ഇപ്പൊ ഭാവാർത്ഥം എന്താണ്? ഇപ്പൊ ശ്ലോകം 30 അല്ലെ. ശ്ലോകം 30. ഇപ്പൊ ഒരാൾ അത്യന്തം ഹീനമായ ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണമെന്ന് പറയുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഭക്തൻ ആധ്യാത്മികമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടിയും അയാൾ ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അയാളുടെ ചുറ്റുപാടുമുള്ള സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതി നിയമങ്ങൾക്കനുസരിച്ച് അയാൾക്ക് പല പ്രവൃത്തികളും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഹീന പ്രവൃത്തി ചെയ്യേണ്ടി വരും. മനഃപൂർവ്വം അയാൾ ചെയ്യില്ല എന്ന് വെച്ചാൽ അയാൾ ഭഗവത് ഭക്തനാണ്, ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ഭഗവാനിലെ എല്ലാരിലും ഭഗവാനെ കാണുന്ന ആളാണ്. അങ്ങനെ ഒരു ഹീന പ്രവൃത്തിയും ഒരു പരിശുദ്ധ ഭക്തൻ ചെയ്യില്ല. പക്ഷെ അയാൾ ജീവിക്കുന്ന ആ ചുറ്റുപാടുമുള്ള സാമൂഹിക രാഷ്ട്രീയ നിയമങ്ങൾക്കനുസരിച്ച് അയാൾക്ക് ചിലപ്പോ അത് രണ്ടും ഒത്തുപോകില്ല. ആ പ്രവൃത്തിയും ആധ്യാത്മിക പ്രവൃത്തിയുമായിട്ട് ഒത്തുപോകില്ല. അപ്പൊ അയാൾ വല്ലപ്പോഴും ഹീന പ്രവൃത്തി ചെയ്തെന്ന് വരും. പക്ഷെ അങ്ങനെ യാദൃച്ഛികമായിട്ടായിരിക്കും അയാള്
ചെയ്യുന്നത്. അങ്ങനെ അറിഞ്ഞു ചെയ്യില്ല, ചെയ്തു പോയിന്നിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്തെങ്കിലും അയാളെ ആ ഭക്തനെ അപഹസിച്ചുകൂടാ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അയാളെ സാധു തന്നെയായിട്ട് നമ്മൾ കരുതണം എന്ന് പറയുന്നു ഇവിടെ. അപ്പൊ അത് എന്നും പറഞ്ഞ് ഇത് അപ്പൊ ഭഗവത് സേവനത്തിൽ നിരതനായിട്ട് ഒരാൾക്ക് എന്ത് ഹീനകൃത്യം ചെയ്യാമെന്നുള്ളത് ഇവിടെ പറയുന്നില്ല. അത് വല്ലപ്പോഴും യാദൃച്ഛികമായി ചെയ്തു പോയാൽ തന്നെ പോകുന്നതാണ്. എന്നും പറഞ്ഞ് എപ്പോഴും ചെയ്യാമെന്ന് തെറ്റിദ്ധരിക്കരുത് ഭക്തന്മാര്. ആർക്കും യാദൃച്ഛികമായി സംഭവിക്കാവുന്ന ഹീന കൃത്യങ്ങളെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടാ. ഹരേ കൃഷ്ണ. ശ്ലോകം 31. ക്ഷിപ്രം ഭവതി ധർമാത്മാ ത്വച്ഛാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. വിവർത്തനം. അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര ഉറച്ചു പ്രഖ്യാപിക്കൂ എന്ന് ഭഗവാൻ പറയുന്നു ഇവിടെ. ഇപ്പൊ നിരന്തരമായ ഭഗവത് ധ്യാനം കൊണ്ട് ഒരു ഭക്തനെ പരിശുദ്ധമാക്കുന്നു. ഇപ്പൊ ഹരേ കൃഷ്ണ മന്ത്രോച്ചാരണം നിലയ്ക്കാതെ തുടർന്ന് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ ഭൗതിക യാദൃച്ഛികങ്ങളായ നമുക്ക് തെറ്റുപറ്റി നമ്മൾ വീഴ്ചകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ അത് സഹായിക്കും. അപ്പൊ ഭൗതിക മാലിന്യങ്ങളൊന്നും പിന്നെ അയാളെ ബാധിക്കുകയുമില്ല. ഇതാണ് ഈ ഇതില് കൂടി പറയുന്നത്. യാദൃച്ഛികങ്ങളായ വീഴ്ചകളിൽ നിന്ന് അത് ഭഗവാനെ രക്ഷിക്കും. എന്താണ്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം നിലയ്ക്കാതെ ചെയ്യുക. അത് നമ്മളെ വീഴ്ചകളിൽ നിന്നൊക്കെ ഭക്തനെ രക്ഷിക്കും. പിന്നെ ഭൗതിക മാലിന്യങ്ങൾ പിന്നീട് അയാളെ ഒരിക്കലും ബാധിക്കുകയില്ല. ഇനി 32-ാമത്തെ ശ്ലോകം. മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേപി സ്യു പാപയോനയഃ സ്ത്രിയോ വൈശ്യാസ്തദാ ശൂദ്രാസ്തേ അപി യാന്തി പരാം ഗതി. വിവർത്തനം. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. ഇപ്പൊ 32. ഇപ്പൊ ഇവിടെ ഭഗവത് സേവനത്തെ സംബന്ധിച്ച കാര്യമാണ് പറയുന്നത്. ആർക്കും ഭഗവത് സേവനം ചെയ്യാന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ ശൂദ്രനോ വൈശ്യനോ പോട്ടെ, താഴ്ന്ന കുലത്തില് താഴ്ന്ന നിലയിലുള്ള ചണ്ടാളന് പോലും ഭഗവത് സേവനം ചെയ്തിട്ട് പരമപദ പ്രാപ്തി നേടാന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഇപ്പൊ അത്രയും മഹത്താണ് നമ്മുടെ ഈ പിന്നെ ഭഗവത് സേവനം. അപ്പൊ അതിന്റെ പ്രഭാവം അത്രയും വലുതാണെന്നാണ് ഇവിടെ പറയുന്നത്. ആർക്കും, ചണ്ടാളിന് പോലും ഭഗവത് സേവനം ചെയ്തിട്ട് പരമപദപ്രാപ്തി നേടാം. ഇനി 33. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്ത രാജർഷയസ്തദാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. വിവർത്തനം. അപ്പോൾ പുണ്യാത്മാക്കളായ ബ്രാഹ്മണരുടെയും ഭക്തരായ രാജർഷികളുടെയും കഥ പറയാനുണ്ടോ? അനിത്യവും ദുഃഖപൂർണവുമായ ഈ ലോകത്തിൽ പിറന്നവർ എന്റെ പ്രേമഭക്തി സേവന നിരതരാകുന്നു. അപ്പൊ ഇത്രയും ചണ്ടാളിന് പോലും ആകാന്നുണ്ടെങ്കിൽ ബ്രാഹ്മണരുടെയും പിന്നെ രാജർഷിമാരുടെയും കഥകൾ പറയാനുണ്ടോന്ന് എന്നുവെച്ചാല് എല്ലാവരും പ്രേമഭക്തി നിരതനാവണം. ഭൗതിക ലോകത്തില് ബുദ്ധിയുള്ള ഒരാൾക്കും ഈ ഭൗതിക ലോകത്തില് ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല. കാരണം എന്താണ്? ഇത് ദുഃഖപൂർണവും ക്ലേശപൂർണവുമാണ് ഈ ഭൗതിക ലോകം. അത് മാത്രമല്ല നശ്വരമാണ്, ക്ഷണികമാണ്. ഇപ്പൊ മായാവാദികള് ഇത് പറയുന്നത് മിഥ്യയാണെന്നാണ്. പക്ഷെ മിഥ്യയും ക്ഷണികവും വേറെ വേറെയാണ്, രണ്ടും വ്യത്യസ്തങ്ങളാണ്. അപ്പൊ ഭഗവത്ഗീതയിൽ നിന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? മിഥ്യയല്ല ഇത്, പിന്നെ ക്ഷണികമാണ് എന്ന് വെച്ചാൽ ഇന്നുള്ള നാളെ ഇല്ല.
അപ്പൊ ക്ഷണികം എന്നതും മിഥ്യ എന്നതും ഒന്നല്ല, വ്യത്യസ്തങ്ങളാണ്. അപ്പൊ ഈ ലോകം ഇത് ക്ഷണികവും ദുഃഖപൂർണമാണെങ്കിൽ വേറൊരു ലോകം കൂടിയുണ്ട്, ആധ്യാത്മിക ലോകമായ ലോകം ആനന്ദപൂർണവും ശാശ്വതമാണ്. അതുകൊണ്ടാണ് ഭഗവാന് പിന്നെ അർജുനോട് പറയാണ്, ഭക്തിപൂർവം നീ എന്നെ സേവിക്കുക, വേഗം ഭഗവത് ധാമത്തിലേക്ക് അല്ലെങ്കിൽ എന്നിലേക്ക് തിരിച്ചു പോരൂ എന്ന് അർജുനോട് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ദുഃഖപൂർണമായ ഭൗതിക ലോകം ഉണ്ടെങ്കിൽ അതുപോലെ ശാശ്വതവും സച്ചിദാനന്ദ പൂർണവുമായ ആധ്യാത്മിക ലോകവും ഉണ്ട്. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അർജുനോട്, ഭക്തിപൂർവ്വം എന്നെ സേവിക്കുക, വേഗം സ്വധാമത്തിലേക്ക് അല്ലെങ്കിൽ എന്നിലേക്ക് തിരിച്ചു പോരൂ എന്ന്. ശ്ലോകം 34. ഇതാണ് ലാസ്റ്റ്, ഈ പിന്നെ അധ്യായത്തിലെ ലാസ്റ്റ് ശ്ലോകമാണ് ഇത്. ഭയങ്കര പ്രധാനപ്പെട്ട ശ്ലോകം. ഇതിലെല്ലാം ഉണ്ട്. മന്മനാഭവ മത് ഭക്തോ മധ്യാജീ മാം നമസ്കുരു, മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണഃ. വിവർത്തനം: എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. അപ്പൊ എന്താണ്? മലിനമായ ഈ ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തനാവാൻ കൃഷ്ണാവബോധമല്ലാതെ മറ്റ് പോംവഴി ഉപായങ്ങളൊന്നും ഇല്ലാന്ന് ഈ ശ്ലോകം ഊന്നി പറയുന്നു, അല്ലെ? എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുക, പ്രണമിക്കുക, എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നുകൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. നമ്മുടെ സേവനങ്ങളും ഭക്തിപൂർവം കൃഷ്ണനെ സമർപ്പിക്കേണ്ടതാണെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്യുന്നതും കൃഷ്ണന് വേണ്ടി സമർപ്പിക്കണം ഭക്തിപൂർവം. പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഒരു വെറും മനുഷ്യനല്ല, പരമസത്യമാണ്. അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും ആത്മാവും ഒന്നാണ്. മാത്രമല്ല അദ്ദേഹം നിരപേക്ഷനാണ്. എന്തുകൊണ്ടാണ്? ഭഗവാന് ഒന്നിന്റെയും ആവശ്യമില്ല, എല്ലാം തികഞ്ഞവനാണ് ഭഗവാൻ. ഐശ്വര്യം, സമ്പത്ത്, ധനം എല്ലാം ഭഗവാനാണ് ഈ പ്രകൃതി, ഈ വിശ്വം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ആസുര സ്വഭാവികളായ ചിലര് ഭഗവാനെ പിന്നെ സ്മരിക്കുന്നത് ഈർഷ്യയോടെയും ശത്രുതാ മനോഭാവത്തിലാണ്. അത് ഉദാഹരണം ആരാണ്? കംസൻ എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നത് എന്നാണാവോ ഭഗവാൻ എന്നെ കൊല്ലാൻ വരുന്നതെന്ന് വെച്ചാൽ ഭയപ്പാടോടെയാണ് കംസൻ എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. എപ്പോഴും ആ സ്മരണയാണ് ഭഗവാൻ കംസന് ഉള്ളത്. ഭയപ്പാടോടെയാണ് ഇത് സ്മരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സ്മരണയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പ്രേമപൂർവമായ ഒരു ഭക്തി പുരസരമായ ഒരു സ്മരണയാണ് നമുക്ക് വേണ്ടത്. അതാണ് ശരിക്കും യഥാർത്ഥ ഭക്തി. അപ്പൊ ഇത് പിന്നെ കൃഷ്ണ കഥകളുടെ ശ്രവണവും കീർത്തനവും സ്മരണവും മുതലായ നവവിധ ഭക്തി പ്രക്രിയകളിലൂടെ ദൃഢവിശ്വാസത്തോടെ ഭഗവാന്റെ സേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ട് കൃഷ്ണാരാധനയ്ക്ക് ഉതകുന്ന ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ച് തൻ്റെ ശരീരത്തെയും പിന്നെ മനസ്സിനെയും കർമ്മങ്ങളെയും എല്ലാം ഭഗവാനിൽ അർപ്പിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിലും പിന്നെ നമ്മുടെ മനസ്സ് ഒന്നിലും വ്യതിചലിക്കാതെ കൃഷ്ണനിൽ തന്നെ സ്വയം മുഴുകിയിരിക്കാൻ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ്, അങ്ങനെ നമുക്ക് കൃഷ്ണ ലോകപ്രാപ്തി ലഭിക്കാൻ വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ചുരുക്കം. അപ്പൊ ഭക്തിഭരിതമായ ഇതിന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഭക്തിഭരിതമായ ഭഗവത് സേവനമാണ് മനുഷ്യവർഗത്തിന്റെ അത്യുത്കൃഷ്ടമായ നേട്ടമെന്ന് ഇത് സമർത്ഥിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞല്ലോ, ഈ രാജവിദ്യ രാജഗുഹ്യ യോഗം പിന്നെ ജ്ഞാനത്തിന്റെ കാമ്പാണ്. വേദങ്ങളുടെയും തത്വസംഹിതകളുടെയും അനുഷ്ഠാനം കൊണ്ട് ലഭിക്കുന്ന ജ്ഞാനത്തിന്റെ കാമ്പാണ് ഈ രാജവിദ്യ എന്ന ഇത്. പക്ഷെ അത് രഹസ്യവുമാണ്.
എന്തുകൊണ്ടാണ് രഹസ്യം? പിന്നെ ഇങ്ങനെ എന്തുകൊണ്ടാണ് രഹസ്യം എന്ന് പറഞ്ഞാല് ആത്മാവും ശരീരവും പിന്നെ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ഉള്ള അറിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഭഗവാൻ ഇത് രഹസ്യമായി എന്ന് പറയുന്നത്. അപ്പൊ ഈ അതീന്ദ്രിയ പിന്നെ വിദ്യയുടെ ലക്ഷ്യം തന്നെ എന്താണ്? ഭഗവത് സേവനമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭക്തിപരിതമായ ഭഗവത് സേവനം ആണ് മനുഷ്യവർഗത്തിന്റെ അത്യുത്കൃഷ്ടമായ നേട്ടമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിനായി നമ്മളെല്ലാവരും ഭഗവാനെ സേവിച്ച് പിന്നെ ഭഗവാന്റെ കൃപ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാനിതിവിടെ നിർത്തുന്നു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ ഓരോ കൃഷ്ണ. നല്ല നല്ല ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നല്ല നല്ല ഉദാഹരണങ്ങളിലൂടെ ഓരോ ശ്ലോകവും വളരെ നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാതാജിയോട് ചോദിക്കാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സംശയം ചോദിക്കാനുള്ള അറിവൊന്നുമില്ല. വളരെ മനോഹരമായിട്ട് ഉള്ള ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങള് അടുക്കും ചിട്ടയോടെ പറഞ്ഞു തന്നു. എന്തൊക്കെയോ സംശയങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ അല്പം അറിവെന്നൊന്നും പറയാനില്ല. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അറിയായിരുന്നു. അവിടെ മാതാജിയുടെ ക്ലാസ് കേട്ടപ്പോ എന്തൊക്കെയോ മനസ്സിൽ കുറെ എന്തൊക്കെയോ സന്തോഷം വന്ന് നിറയുന്നത് പോലെ തോന്നി. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. വളരെ നല്ല അനുഭവമായിരുന്നു ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ. ഒരുപാട് സന്തോഷം തോന്നി ഈ ക്ലാസ് കേൾക്കണ സമയത്ത്. ഇപ്പോഴും ഇപ്പൊ സംശയം ചോദിക്കാനൊന്നും അറിയില്ല, പക്ഷെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് നന്നായിട്ട് എന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം വന്ന് നിറയുന്നതായിട്ട് തോന്നി. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഒക്കെ ഭഗവാന്റെ വാക്കുകളല്ലേ ഇത് എന്നിൽ കൂടി വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായിന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് ഒരു സന്തോഷമുണ്ട്. ഒക്കെ ഭഗവാന്റെ ഇതാണ്. ഭഗവാനാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. നിങ്ങൾക്കത് മനസ്സിലാകുന്ന വിധത്തിൽ ഭഗവാൻ പറഞ്ഞത്. ഭഗവാനാണ് എല്ലാ ഇതും. എനിക്ക് ഒരു ഇതുമില്ല ഇതില്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതെ, വളരെ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തത്. അപ്പൊ ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദിയുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു, മനോഹരമായിരുന്നു. താങ്ക് യു മാതാജി. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒരിക്കൽ കൂടി ഇന്ന് ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു തന്ന ഹിസ് ഗ്രേസ് ശരണ്യ ശ്യാം സുന്ദർ ദാസ് പ്രഭുവിനും ഭഗവത്ഗീത ക്ലാസ് എടുത്ത ഹെർ ഗ്രേസ് ശ്രീകാന്ത ദേവിദാസി മാതാജിക്കും ഇസ്കോൺ കൊച്ചിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ ഭഗവത്ഗീത ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇസ്കോൺ കൊച്ചിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നരസിംഹ പ്രണാമത്തോടുകൂടി
നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നമസ്തേ നരസിംഹായ ദയാദായിനേ ഹിരണ്യകാശിപോർവക്ഷഃ ശിലഡംഗാനഘാലായേ ഇതോ നൃസിംഹ പരതോ നൃസിംഹ യതോ യതോ യാമി നതോ നൃസിംഹ ബഹിർനൃസിംഹോ ഹൃദയേ നൃസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലപരേ നാഖം അത്ഭുതശൃംഗം ദളിത ഹിരണ്യകശിപു തനുഭൃംഗം കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय जगदीश हरे जय नृसिंहदेव जय नृसिंहदेव नृसिंहदेव जय नृसिंहदेव जय नरहरि जय नरहरि नरहरि जय नरहरि जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭഗവത്ഗീത ഓൺലൈൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.